ഇന്ന് മാമ്പഴം കൊണ്ട് നാട്ടിൻപുറത്തെ ഒരു പഴയ വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് മാമ്പഴത്തെര എന്നാണ് അതിന് പറയുക. എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് ഭയങ്കര രുചികരമായിട്ടുള്ള ഒരു ഒരു വിഭവമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പഴുത്ത മാമ്പഴം പൂളി തൊലി കളഞ്ഞ് പൂളി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അതിനുശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പാക്കി മാറ്റുന്നു. പണ്ടത്തെ കാലത്ത് ഇത് ഉരലിലിട്ട് മാമ്പഴം ഇടിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ ചാറെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മളതിപ്പോൾ അത് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഞാനൊരു 4 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴമ്പുള്ള മാമ്പഴം ആയതുകൊണ്ട് നല്ല പൾപ്പ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ ഒരു കേക്ക് ടിൻ എടുത്തിട്ട്, കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, ഏത് അലൂമിനിയം പാത്രമാണെങ്കിലും മതി. അതിലൊരു ബട്ടർ പേപ്പർ അല്പം ഒന്ന് ഓയിൽ പുരട്ടി വയ്ക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഓയിൽ പുരട്ടി വെച്ചാൽ മതി. അതായത് ഇത് നമ്മൾ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മാമ്പഴത്തെര നാട്ടിൻപുറത്ത് നമ്മൾ വെയിലത്തുണക്കി ഓരോരോ ലെയറായിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിവിടെ വെയിലത്ത് സാധിക്കാത്തതുകൊണ്ടാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്നാലും ടേസ്റ്റൊക്കെ ഒരേപോലെ വരും. ഇതൊരു 3 മില്ലിമീറ്റർ കനത്തിൽ നമുക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായാൽ ഇത് ഒറ്റയടിക്ക് നമുക്കത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടില്ല. ഇത് ബേക്ക് ചെയ്യണമെന്ന് ഇതിന് OTG വേണമെന്നില്ല. ഞാനിവിടെ ഇന്നിപ്പോൾ ചെയ്യുന്നത് കുക്കറിൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അതായത് കുക്കർ എടുത്തിട്ട്, ഒരു പഴയ കുക്കറായാലും മതി, എൻ്റെ മെയിൻ ബോഡി എടുത്താൽ മതി. അതിലേക്കൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൽ ഈ അലുമിനിയം പാത്രത്തിൽ നമ്മൾ നിരത്തിയിരിക്കുന്ന മാമ്പഴം വെച്ച് നന്നായിട്ട് അടയ്ക്കുക. അതുപോലെ തന്നെ ഒരു ടിന്നിൽ ഒരു ടിൻ ഞാൻ OTGയിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. OTGയിലാവുമ്പോൾ നമ്മൾ ഒരു 50 മിനിറ്റോളം വേണ്ടി വരും. ഒരു 180 ഡിഗ്രിയിൽ 50 മിനിറ്റോളം ബേക്ക് ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെ അടുപ്പത്ത് വയ്ക്കുന്ന അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക, OTGയിൽ ചെയ്യുക. അതുള്ളൂ വ്യത്യാസം. അതായത് വെയിലത്ത് ഉണക്കുന്നതിന് നല്ല വൃത്തിയുള്ള പായിൽ വെയിലത്ത് ഓരോ ദിവസവും ഓരോ ലെയർ ഒഴിച്ച് നല്ല കടും വെയിലത്ത് ഉണക്കുന്നതിന് പകരം നമ്മളിവിടെ ഒറ്റയടിക്ക് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്ക്വയർ ടിൻ ഞാൻ OTGയിൽ വെക്കുന്നു. മറ്റേത് വട്ടത്തിലുള്ളത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു 50 മിനിറ്റോളം രണ്ടും വേണ്ടി വരും. അപ്പം നമുക്കൊന്ന് കുത്തി നോക്കാം. അതൊരു ബേക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പാകമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിരുന്നാൽ മതി. അതിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറോളം അത് ഞാൻ സിമ്മിലാണ് ഇട്ടത്. ആദ്യം കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ സിമ്മിലാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ആവുന്നത് പോലെ തന്നെ ഇതും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ളൊരു സ്വീറ്റാണിത്. മൈക്രോവേവിലെയും പാകമായിട്ടുണ്ട്. കട്ടി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം കൂടുതൽ വെക്കേണ്ടി വരും. ഒരുപാട് കട്ടിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സമയം ഒരുപാട് വേണ്ടി വരും. ഇതാണ് മാമ്പഴത്തെര. ഇത് ഞാൻ ഇതിന് മുമ്പ് ബേക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണ്. എല്ലാം കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. മാമ്പഴമൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല വെയിൽ വയ്ക്കാൻ പറ്റുന്നൊരു വെയിലത്ത് വെച്ചാലും മതി.